പുതിയ മന്ത്രിസഭ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ അധികാരമേറ്റു. വലിയ ആവേശകരമായ ചടങ്ങായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും വളരെ വേഗം പരിഹരിക്കുമെന്ന് സതീശൻ പറഞ്ഞു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ വിഭജനത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വകുപ്പുകൾ സംബന്ധിച്ചുള്ള പട്ടിക ഇതുവരെ ഗവർണർക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില വകുപ്പുകളുടെ കാര്യത്തിൽ തർക്കം തുടരുന്നതാണ് ഇതിന് കാരണം. ഉന്നത വിദ്യാഭ്യാസം ലീഗ് വിട്ടു നൽകിയിരുന്നു, നമ്മളത് കണ്ടതാണ്. അതിന് പകരം ഫിഷറീസ് വേണമെന്ന ആവശ്യം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ ലീഗ് മന്ത്രിക്ക് ഫിഷറീസ് നൽകുന്നതിൽ ലത്തീൻ സഭാ നേതൃത്വം എതിരാണ്. ഇന്ന് തന്നെ വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇറക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ചെറിയ ചില അസ്വാരസ്യങ്ങളുണ്ട് ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ ഫിഷറീസിൽ തട്ടി മാത്രമാണോ ഈ പ്രശ്നമുള്ളത്? മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ? ഇപ്പോൾ ഇന്നലെ ലിജുവിന് സഹകരണ വകുപ്പ് എന്ന് മിനിഞ്ഞാന്ന് കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് മനസ്സിലാക്കേണ്ട സഹകരണം PC വിഷ്ണുനാഥ് നൽകി എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസ് ഇടയിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആശയക്കുഴപ്പമോ പരിഹരിക്കാനാവാത്ത വിധം പ്രശ്നങ്ങളോ ഉണ്ടോ? ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും അത് ഫിഷറീസ് വകുപ്പിലാണ്. ഫിഷറീസ് മുസ്ലിം ലീഗിന് വേണമെന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതിന് ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകുമ്പോൾ ഫിഷറീസ് വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിൽ മറ്റൊരു തടസ്സം കൂടി കോൺഗ്രസിനും സർക്കാരിനും മുന്നിലുള്ളത് ലത്തീൻ സഭ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു. പ്രത്യേകിച്ച് വിൻസെന്റിനെ ഉൾപ്പെടെ ആ സമുദായത്തിൽ നിന്ന് ആരെയും കോൺഗ്രസ് മന്ത്രിമാരാക്കിയില്ല. ഷിബു ബേബി സമുദായ അംഗമാണ്, പക്ഷേ കോൺഗ്രസ് ആരെയും മന്ത്രിമാരാക്കിയില്ല എന്നതിൽ ലത്തീൻ സഭയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അത് പരിഹരിക്കാൻ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ ലത്തീൻ സഭ ആസ്ഥാനത്തെത്തി. പരിഭവങ്ങൾ മാറുന്നുവെന്ന് അവർ യൂജിൻ പെരേര അടക്കമുള്ളവർ പറയുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇന്നലെയും ലത്തീൻ സഭ ആവശ്യപ്പെട്ടത് ഫിഷറീസ് വകുപ്പ് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഈ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരാൾക്ക് തന്നെ ആ വകുപ്പിന്റെ ചുമതല നൽകണമെന്ന ആവശ്യം. അതോടുകൂടിയാണ് വീണ്ടും ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്. ഇന്നലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാലുടൻ പട്ടിക ഗവർണർക്ക് കൈമാറും, രാത്രിയോടുകൂടി ഗസറ്റ് വിജ്ഞാപനം ഇറങ്ങുമെന്നതായിരുന്നു ധാരണ. പക്ഷേ അതുണ്ടായില്ല. അതിനു പകരം അത് വൈകുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തീരുമാനമുണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നും ഗവർണർ തലസ്ഥാനത്തില്ല. അദ്ദേഹം തൃശ്ശൂരിൽ ആണ് അദ്ദേഹത്തിന്റെ പരിപാടി. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ വൈകിയേക്കാം. ഏതായാലും അത് മാത്രമല്ല, കൃഷി വകുപ്പ് ലഭിച്ച സിദ്ദിഖിന് അതിനോട് വലിയ താല്പര്യമില്ലെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. സിദ്ദിഖ് മറ്റേതെങ്കിലും വകുപ്പ് വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. സഹകരണവും അതുപോലെ തന്നെ വിഷ്ണുനാഥ് ലഭിച്ച വകുപ്പുകളിൽ സഹകരണത്തിനൊപ്പം സാംസ്കാരികം, സിനിമ വകുപ്പുകളും ഒക്കെ ഉണ്ട്. അതിൽ കാര്യമായ മാറ്റത്തിന് ഇനി ഇടയില്ല. കേരള കോൺഗ്രസിനും ചില ആവശ്യങ്ങളും തർക്കങ്ങളും ബാക്കിയുണ്ട്. ജലവിഭവ വകുപ്പാണ് അവർക്ക് പ്രധാനമായും ലഭിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ കൂടി വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇന്നത്തോടുകൂടി പരിഹരിക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ. പക്ഷേ ഈ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിൽ എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി വൈകിയും അതിന്റെ ചർച്ചകളിലായിരുന്നു മുഖ്യമന്ത്രി. അതാണ് സാഹചര്യം. ഏതായാലും കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും ചില ലീഗ് കോൺഗ്രസ് മന്ത്രിമാർ, ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടതാണ് മുരളീധരന് ആരോഗ്യത്തിന് പകരം വൈദ്യുതി കൊടുക്കുന്നു, മുരളീധരൻ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം ആരോഗ്യത്തിലേക്ക് തന്നെ മുരളീധരന് കൊടുക്കാമെന്ന് പറഞ്ഞ് അനുനയിപ്പിക്കുന്നു. ഇപ്പോൾ സിദ്ദിഖിൻ്റെ കാര്യം വരുമ്പോൾ സിദ്ദിഖിന് കൃഷി വേണ്ട എന്നുള്ള ആഗ്രഹമാണ്. വയനാട്ടിൽ നിന്നുള്ള MLA ആണ് സിദ്ദിഖ്. അത് കൃഷിയുമായി എത്രത്തോളം അതിന് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ചോദ്യമായിരിക്കാം ഒരു പക്ഷേ. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ സിദ്ദിഖ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് വേണം VD സതീശന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മന്ത്രിമാരായി, ഓഫീസായി, വാഹനമായി വകുപ്പുകളുടെ കാര്യത്തിൽ ഏത് വകുപ്പ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും നിലനിൽക്കുന്നുണ്ട് അരുൺ, അല്ലേ? തീർച്ചയായിട്ടും വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോഴും ഇത്തരത്തിലൊരു ആശയക്കുഴപ്പമുണ്ട്. ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ വകുപ്പ് വിഭജനം വ്യക്തമായിക്കൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം വൈകുന്നത്. ഇന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന ഒരു പ്രതീക്ഷ മുഖ്യമന്ത്രി ഓഫീസ് പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് വേഗത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ബാക്കി ഏതാണ്ട് എല്ലാ വകുപ്പുകളുടെയും വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞു മന്ത്രിമാരുടെ കാര്യത്തിൽ. പക്ഷെ മന്ത്രിമാർക്ക് ഈ വകുപ്പുകളുടെ ഭരണം തുടങ്ങണമെങ്കിൽ സ്വാഭാവികമായും ഗസറ്റ് വിജ്ഞാപനം വന്ന് അത് ഔദ്യോഗികമാകണം. ഓരോ വകുപ്പ് മാർക്ക് എന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലെ ഏകദേശ ധാരണ അനുസരിച്ച് VD സതീശൻ മുഖ്യമന്ത്രി ധനവും പൊതുഭരണവും നിയമവും തുറമുഖവും INPRDയും
എന്ന വകുപ്പുകളാണ് വി ഡി സതീശനുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുണ്ട്. വൈദ്യുതിയാണ് കെ അനിൽകുമാർ. അനിൽകുമാറിന് വൈദ്യുതിക്കൊപ്പം മറ്റേത് വകുപ്പാണ് ലഭിക്കുന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. പി സി വിഷ്ണുനാഥിനെ സഹകരണം, സാംസ്കാരികം, സിനിമ. സഹകരണം നേരത്തെ UDF ഭരിക്കുമ്പോൾ CMBക്ക് നൽകിയിരുന്ന വകുപ്പാണ്. CMB ഇത്തവണ അതിനുവേണ്ടി ശക്തമായ ആവശ്യം ഉന്നയിച്ചു. പക്ഷെ കോൺഗ്രസ് അത് വിട്ടുകൊടുത്തില്ല. അവർ തന്നെ അത് ഏറ്റെടുക്കുകയായിരുന്നു. M ലിജുവിന് എക്സൈസ് ആണ്. അതിനൊപ്പം ചില വകുപ്പുകളുണ്ട് അദ്ദേഹത്തിനും കിട്ടേണ്ടതുണ്ട്. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസമാണ് പ്രധാനമായും ഉള്ളത്. സണ്ണി ജോസഫ് റവന്യൂ വകുപ്പ് മന്ത്രിയാകും. K മുരളീധരൻ ആരോഗ്യ ദേവസ്വം. അദ്ദേഹത്തിന് നേരത്തെ വൈദ്യുതി തനിക്ക് പ്രതിഷേധം അറിയിച്ചു. ചുമതല ഏറ്റെടുക്കാനില്ല എന്ന നിലപാടൊക്കെ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചതാണ്. അതുകൊണ്ടാണ് ആ വകുപ്പ് അനിൽകുമാറിന്റെ അടുത്ത് മുരളീധരന് നൽകിയത്. അതിലും ഒരു വിഭാഗത്തിന് വലിയ അമർഷമുണ്ട്. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശു വികസനം, സാമൂഹ്യ നീതിക്കൊപ്പം തൊഴിൽ വകുപ്പ് കൂടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും മാറ്റം വരുമോ എന്ന് വ്യക്തമല്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് IT വ്യവസായം, അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ ചുമതലയാണ്. അദ്ദേഹം 2.5 വർഷം എന്ന ടേം വ്യവസ്ഥയിലാകും മന്ത്രിസഭയിൽ വരിക. മോൻസ് ജോസഫിന് ജലവിഭവം, അതിന് പുറമെ ഒരു വകുപ്പാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. CP ജോണിന്റെ ഗതാഗതം, KSRTC ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഇപ്പോൾ ഗതാഗതം. KM ഷാജിക്ക് തദ്ദേശമുണ്ട്. ശംസുദ്ദീന് വിദ്യാഭ്യാസവുമുണ്ട്. മറ്റ് 2 മന്ത്രിമാരുടെ വകുപ്പുകളിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത് ലീഗിന്റെ. ഷിബു ബേബി ജോണിന് വനവും കശുവണ്ടി നൈപുണ്യ വികസന വകുപ്പുകളുമാണ് നിലവിലുള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് കൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനമുണ്ടായേക്കും. വകുപ്പുകൾ സംബന്ധിച്ച് കൃത്യമായ ധാരണയിലെത്തണം. എന്നിട്ടാണ് മന്ത്രിമാർക്ക് ഭരിക്കാൻ തുടങ്ങാനാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്ന് ഗവർണർ അരുൺ പറയുന്നതനുസരിച്ച് തലസ്ഥാനത്തില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്ത് ഗസറ്റ് വിജ്ഞാപനം അടക്കം ഇറക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് മന്ത്രിമാർക്ക് സെക്രട്ടറിമാരെയും ഒക്കെ നിയമിച്ച് തങ്ങളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കാനാവുക. കാത്തിരിക്കാം.